നല്ല പോലെ ഉറങ്ങി എണീറ്റിട്ടും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? ഒരു സൺഡേ മുഴുവൻ നിങ്ങൾ ഫ്രീ ടൈം എടുത്തിട്ടും റെസ്റ്റ് എടുത്തിട്ടും നിങ്ങൾക്ക് ടയർഡ് തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ടത് ബോഡിക്കല്ല, മൈൻഡിനാണ്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ ആം ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. സോ ഈ 3 ടോപ്പിക്സും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോവാം. 8 മണിക്കൂർ തികച്ചു ഉറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ക്ഷീണം വിട്ട് കിട്ടുന്നില്ല. ഫിസിക്കലി നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ബോഡി ഫുൾ ടൈം ഒരു തളർച്ച നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി അല്ല, മൈൻഡാണ് തളർച്ച ഫീൽ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ റെസ്റ്റ് ചെയ്യിക്കേണ്ടത്, റെസ്റ്റ് കൊടുക്കേണ്ടത് നമ്മളെ മൈൻഡിനാണ്. എങ്ങനെ നമുക്കിത് റെസ്റ്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മളെ മൈൻഡ് തളർന്നു പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെ മനസ്സിനെ തളർച്ചയിലേക്ക് ആഴ്ത്തുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ഒന്നാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓവർ തിങ്കിങ്ങിന്റെ സമയത്ത്, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും എന്തായിരിക്കും, നമ്മളെ തോട്ട്സ് ഒരു മാരത്തോൺ റൺ നടത്തുന്ന പോലെ ചിന്തകൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ EMIസിനെ കുറിച്ചിട്ടും, നമുക്ക് എടുക്കാനുള്ള ലോണുകളെ കുറിച്ചിട്ടും, നമ്മളെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും, നമ്മളെ ഹെൽത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ടും, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മളെ ചിന്തകൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ ഉറക്കത്തിലായിരിക്കും, നമ്മളെ ബോഡി ഫുൾ ടൈം വർക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറങ്ങി എണീറ്റാലുണ്ടാവും നമുക്കൊരു ടയർഡ് ഫീൽ ഉണ്ടാവുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്ന റീസൺ ആണ് അൺഹീൽഡ് ഇമോഷണൽ ട്രോമാസ്. അതായത് നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് ട്രോമാസ് ഉണ്ടാവും, ഒരുപാട് വേദനിപ്പിക്കുന്ന സംഗതികൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഇപ്പോഴും പേര് നടക്കുന്നുണ്ട്, കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ അതൊക്കെ ഒരു ഹീൽഡ് ആവാത്ത ഒരു മുറിയായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, നമ്മളെ മൈൻഡിനെ പതിയെ പതിയെ തളർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണെന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പേടികളും മുമ്പുണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളും മാറി കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മേജർ ആയിട്ടും ഈ ഒരു അൺഹീൽഡ് ട്രോമാസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് ഇൻഫർമേഷൻസ് ഓവർലോഡ്. ഇതിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയാസിൽ, യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഗൂഗിളിലാവട്ടെ, ChatGPT ആവട്ടെ, എല്ലായിടത്തും ഇൻഫർമേഷൻസ് വളരെ അധികം സുലഭമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഓരോ വീഡിയോസിലും നമ്മൾ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ എടുത്തെടുത്ത് എന്തായിട്ടുണ്ട്, നമ്മളെ ബ്രെയിൻ, നമ്മളെ മൈൻഡ് എന്തായിട്ടുണ്ട്, ഓവർലോഡഡ് ആയിട്ടുണ്ട്. നമ്മളെ ബ്രെയിനിന് ബ്രീത്ത് എടുക്കാനുള്ള, ബ്രെയിൻ ഒരു ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മെയിൻലി ഈ 3 റീസൺസ് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രെയിനിന് തളർച്ചയിലേക്ക്, നമ്മുടെ മൈൻഡിന് തളർച്ചയിലേക്ക് തള്ളിവിടുന്ന 3 കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സൊല്യൂഷൻ കാണാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇമോഷൻസിനെ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് സിറ്റ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ആലോചിക്കാം, ഇന്നത്തെ ഒരു ഡേയിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ള മൊമെന്റ്സ് ഏതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മൊമെന്റ്സിനൊക്കെ ജസ്റ്റ് നമ്മൾ കണ്ണടച്ചിട്ട് ഐ റിലീസ് ഇറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു മൊമെന്റിനെ നമ്മുടെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു കമാൻഡ് എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺഹീൽഡ് ആയിട്ടുള്ള നിങ്ങളെ പാസ്റ്റിലുള്ള ഓരോ ട്രോമാസും വിത്ത് എ ഗൈഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ഈവൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഓരോ ട്രോമാസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ മൈൻഡ് വെച്ചിട്ട് നമ്മുടെ ബോഡിയെ സ്കാൻ ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവെയർ ആവുക, ഈ ഒരു മൊമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളെ ബോഡി മുഴുവൻ സ്കാൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കണ്ണടച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നുകൊണ്ട് നമ്മളെ തല മുതൽ നമ്മളെ കാല് വരെ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. അവിടെ എവിടെയെങ്കിലും ഒക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ റിലീസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുക, കാണാന്നുള്ളതാണ്. മൂന്നാമതായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഓരോ ദിവസത്തിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങളെ ഫോൺ ഇല്ലാത്ത രീതിയിൽ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഈ ഒരു 1 അവർ നമ്മുടെ ബ്രെയിൻ ഒരു സൈലൻസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു വർക്കിൽ നമ്മൾ ജോയിൻ ചെയ്യുകയോ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ
സ്പെൻഡ് ചെയ്യുകയോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ ഫോൺ ഒഴിവാക്കുക, മാക്സിമം നമ്മൾ ഇൻഫോർമേഷൻസ് എടുക്കുന്നത് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളെ മനസ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഏർലി മോർണിംഗും അതുപോലെ തന്നെ നിങ്ങൾ കിടന്നിറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നും. ഈ സമയത്ത് മാക്സിമം നിങ്ങളെ ഫോൺ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളെ മൈൻഡിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്.